ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു പെണ്ണിനെ കാണാൻ പോയി, നമുക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ല, അതേസമയം വേറെ ആൾക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാൻ പറ്റില്ല. ഇഷ്ടമായിട്ട് ഞാൻ പറഞ്ഞു അൾട്ടിമേറ്റ് ആണ് ഒരു കലാകാരന്റെ ധർമ്മം എന്താണ്? മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അവരെ സന്തോഷമായാലും ദുഃഖമായാലും എന്തായിക്കോട്ടെ അവരെ എന്റർടൈൻ ചെയ്യണം. ഞാനൊരു മണിക്കൂർ എന്ത് സാധനം കൊടുത്താലും അത് അവർ എന്റർടൈൻ ചെയ്യണം. ദാറ്റ് ഈസ് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കുന്നവരാണ് ഒരു കലാകാരൻ. ആ സെൻസിൽ ഞാൻ പക്ക കലാകാരനാണ്. കാരണം ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും കണ്ടിരുന്നെങ്കിൽ മലയാളം ഇല്ലാത്ത ഒരുത്തം പറയും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സാക്ഷരത വേണ്ട. ഇവിടെ 25, 35, 45 വയസ്സിലെ കുറഞ്ഞ കുട്ടികളായിട്ടും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ ഇങ്ങനത്തെ കുറെ നിയമങ്ങളുണ്ടോ? നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാവൂ. അതേപോലെ എൻ്റെ നായികക്ക് ഡ്രസ്സ് കുറവാണെന്നാണ്. ഡ്രസ്സിൻ്റെയൊക്കെ വില എന്താണ് അത് നോക്കണം. എന്നിട്ട് ഞാൻ ഇത്ര ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. അതാണ് നമ്മളെല്ലാം വളരെ ചെറിയ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എന്നോട് ചിലർ ചോദിക്കണ്ടേ സാറ് കണ്ണാടി ഒന്നും നോക്കാറുണ്ട്, ഇങ്ങനെ സൗന്ദര്യം കുറഞ്ഞ ആളുകളൊന്നും ഈ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ സൗന്ദര്യം ഉള്ളവനെ അഭിനയിക്കാവുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 100-ൽ 10 ആളുണ്ടാവും നല്ല സൗന്ദര്യമുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ എല്ലാ നടന്മാരും നടിമാരും ഒക്കെ വളരെ സുന്ദരന്മാരും സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പികളുമാണ്. ഓക്കെ, അപ്പോൾ അവരുടെ സിനിമ എന്ന് പറയുമ്പോൾ അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ 10% ആളുകളാണ്. നമ്മൾ കാണുന്ന സിനിമ മുഴുവൻ വളരെ അപൂർവം ചില സിനിമ ഒഴിച്ചാലുള്ളൂ. അപ്പോൾ ഈ 90% ദാറ്റ് സൗന്ദര്യം കുറഞ്ഞ ആളുകൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ ആരുമില്ല. ഇവരെ വീട്ടിലൊന്നും ഒരു കുടുംബകഥ നടക്കുന്നില്ലേ? സൗന്ദര്യം ഉള്ളവന്റെ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ സൗന്ദര്യം ഇല്ലാത്തവന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡ്രാമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുവിധം സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പരമാവധി കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അത് ഒരു ധൈര്യം, ഒരു വശം. പിന്നെ ചെറുപ്പത്തിൽ എനിക്ക് സ്കോളർഷിപ്പോട് കൂടിയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ജാതകത്തിൽ ലക്ഷ്മി സരസ്വതി രാജകൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ, അപ്പോൾ ലക്ഷ്മി സരസ്വതിയുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഈസ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ കലാപരമായിട്ടോ ഞാൻ ചെയ്ത ഒരു കാര്യം ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു വേള കൃഷ്ണൻ്റെ ആദ്യം പരാജയപ്പെടുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പരാജയം വിരഹം ഇതൊക്കെയാണ് സിനിമേൻ്റെ സ്റ്റോറി, നല്ല സ്റ്റോറി. എന്നിട്ട് ഇതിൽ എന്തുകൊണ്ടൊരു പാട്ടില്ല? അതെന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ പാട്ടിലേക്ക് കിടക്കുന്നത്. അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആളെടുത്ത് ചെന്നു. അയാളോട് എനിക്ക് ശരിക്കും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം നിങ്ങളൊക്കെ ഒരു കുഞ്ഞു പടത്തിൽ ഇത്ര പാട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ ഇതാക്കി. അപ്പം ഞാൻ മാനസികമായി തകർന്നു. പിന്നെ ഡീറ്റെയിൽസ് ഒന്നും അധികം പറയേണ്ട ആവശ്യമില്ല, ഞാനങ്ങ് എഴുതിക്കോളും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പൈലെ രാത്രി ശിവരാത്രി. അപ്പം അതിന് ഞാൻ പറഞ്ഞു സാർ പ്രിയേ ഓ പ്രിയേ എന്നാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ആ ലൈനൊന്നും ഞാൻ പറഞ്ഞു സാർ പ്രിയ എന്നുള്ള വാക്ക് വേണം. കാരണം വെച്ചാൽ അതിൻ്റെ അടുത്ത സീനിൽ ഈ പെൺകുട്ടി പറയാം നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പുറകെ നിന്ന ആൾ അവസാനം നിങ്ങൾ എന്നെ പറ്റിച്ചെന്നൊരു വീഡിയോ ഒരു വരാണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞ് നടന്നു വെച്ചാൽ ആ പാട്ടിൽ പ്രിയ എന്നുള്ള വാക്കില്ലെങ്കിൽ ആ പറയുന്നത് തമ്മിൽ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്തായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിയുകയാണ്. പിന്മാറാൻ തയ്യാറായില്ല. അല്ല അപ്പം അവിടെ നിന്ന് അപ്പം എൻ്റെ കൂട്ടുകാരനാണ് പറയുന്നത്. നീ അയാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്രയൊക്കെ സിറ്റുവേഷൻ അറിയാം ഇതെല്ലാം അറിയുമ്പോൾ നിനക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒന്നുകൂടി ഞാൻ സീനാണ് 994772